ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഹൗ ടു നോ ഇഫ് വെദർ യു ഷുഡ് ട്രസ്റ്റ് എ ടാരോ റീഡർ ഓർ നോട്ട്. അതായത് നമ്മൾ ഇപ്പോൾ നാട്ടിൽ ഒത്തിരി ടാരോ റീഡേഴ്സ് ഉണ്ട്. കാരണം ഈ ടാരോ റീഡിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ അസ്ട്രോളജി നാട്ടിൽ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ അതിന് അവിടെ ഒരു പാറ്റേൺ ഉണ്ട്, ഒരു പ്രോസസ്സ് ഉണ്ട്. അതെങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, എന്താണ് ഇതെന്ന് അറിയുന്ന ആളുകളുണ്ട്, അത് പഠിപ്പിക്കുന്നു. അത് ആ ഒരു രീതിയിൽ. ടാരോ റീഡിംഗ് എന്ന് പറയുന്നത് നാട്ടിൽ ടാരോ റീഡിംഗ് ചെയ്യുന്നതിൽ കുറച്ച് ആളുകൾ, ചിലപ്പോൾ ചില ആളുകൾ പഠിപ്പിക്കുന്നുണ്ടാവും. അവർ തന്നെ അതിനെക്കുറിച്ചിട്ട് അവർക്ക് തന്നെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവില്ല. ആർക്കും എന്തും പഠിപ്പിക്കാം എന്ന് പറയുന്ന ഒരു രീതിയാണ്. നമ്മൾ ഒന്നും അറിയാതെ ഒരു ഇതിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ടാരോ റീഡേഴ്സായിട്ട് വന്നിട്ടുള്ളതിൽ ഫസ്റ്റ് ടൈം ഐ റിമെമ്പർ നമുക്ക് ഒരു ടാരോ റീഡർ, ആ ഒരു വ്യക്തി ഞാൻ ടാരോ തുടങ്ങിയതിനു ശേഷം തുടങ്ങിയ ഒരു വ്യക്തി, ആ വ്യക്തി ആദ്യം ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സോ ഒരു ചാനലായിരുന്നു ഉണ്ടായിരുന്നത്. വിത്തൗട്ട് നോയിങ്, വളരെ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ പോലും അറിയാത്ത ഒരു വ്യക്തി ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഇത് പഠിപ്പിക്കുന്ന ഒരു ഇതിലേക്ക് ഒരു ചാനൽ തുടങ്ങി. അതിനുശേഷം ആ വ്യക്തി ടാരോ റീഡിംഗ് ചാനലാണെങ്കിൽ തുടങ്ങിയിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ആദ്യ കാലങ്ങളിലുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ ആ പറയുന്ന വ്യക്തി മോട്ടിവേഷൻ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പറയുന്ന വ്യക്തി സ്പോക്കൺ ഇംഗ്ലീഷ് വിത്തൗട്ട് ഹാവിങ് വെരി ബേസിക് നോളേജ് അബൌട്ട് ലാംഗ്വേജ്, ഇംഗ്ലീഷിനെ കുറിച്ചിട്ട് അതിൻ്റെ ഗ്രാമറിനെ കുറിച്ചിട്ട് ഒന്നും അറിയാത്ത ഒരു വ്യക്തി, ഫസ്റ്റ് വീഡിയോസ് കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളതിന് സ്വയം അത് കേട്ടിട്ട് ഞാനത് പറയാണ്. ആ ഒരു വ്യക്തി പിന്നീട് ടാരോ റീഡിംഗ് ചാനൽ തുടങ്ങി. അപ്പോൾ ദാറ്റ് കൈൻഡ് ഓഫ് എ പേഴ്സൺ, ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ടാരോനെ കുറിച്ചിട്ടും കാര്യമായിട്ടൊന്നും അറിയുന്ന ഒരു വ്യക്തിയല്ല. ജസ്റ്റ് കാർഡ്സ് ഇട്ട് വെച്ചിട്ട് എന്തോ പറയുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇതൊരു ഡിവൈൻ ആയിട്ടുള്ള കാര്യമാണ്. ഒരു സ്പിരിച്വൽ അവേക്കനിങ്, സ്പിരിച്വൽ ജേർണി എന്നൊക്കെ ആ ഒരു വ്യക്തി സംസാരിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും യു ക്യാൻ സീ ദാറ്റ് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ആധികാരികമായിട്ട് പറയാനുള്ള അറിവോ കാര്യങ്ങളോ ഇല്ല. ടാരോയെക്കുറിച്ച് പറയുമ്പോൾ എടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം, ഒത്തിരി പേര് മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന രീതി. ഇപ്പോൾ നമ്മളിപ്പോൾ ചാനൽ തുടങ്ങി ആസ് എ പാഷൻ, ഐ ആം എ വർക്കിംഗ് വുമൺ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ജോലി കാര്യങ്ങളും ഉള്ളതുകൊണ്ട് സ്ഥിരമായിട്ട് ഇതിലിരിക്കാനുള്ള ഒരു ടൈം കിട്ടാറില്ല. എന്നാലും അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു അതിനുള്ള ഇഷ്ടം കൊണ്ടിട്ട്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവുകൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് അറിയുകയും പഠിക്കുകയും, ബീൻ ടു ഡിഫറെൻറ്റ് കൺട്രീസ്, ഇപ്പോൾ ഇറ്റലിയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും മറ്റ് പല രാജ്യങ്ങളും, സൗത്ത് അമേരിക്കൻ എല്ലാ രാജ്യങ്ങളിലും അതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിവും അതിൻ്റെ ഓരോ കൾച്ചറിലും ഉള്ള ഒരു പ്രത്യേകതയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇപ്പോൾ ക്രിസ്റ്റൽസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ഇപ്പോൾ ചില ആളുകൾ ഇന്ന പൂജ ചെയ്യണം, ഇന്ന കാര്യം ചെയ്യണം എന്ന് ഒരു ആസ് എ ടാരോ റീഡർ നിങ്ങളോട് പറയുന്നുണ്ട് എങ്കിൽ, ആസ് എ ടാരോ റീഡർ യു കാൻ സേ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ബിക്കോസ് ടാരോ റീഡിങ്ങിൽ നമ്മൾ പേഗൻ കൾച്ചറാണ് ഫോളോ ചെയ്യുന്നത്. അതായത് അതിൻ്റെ റിച്വൽസ് എന്ന് പറഞ്ഞാൽ വളരെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നാട്ടിലെ ആളുകൾ പറയുന്ന ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ പോയിട്ട് ചെയ്യുന്ന റിച്വൽസ് അല്ല. കാരണം ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള റിലീജിയൻ തന്നെയാണ്. പേഗനിസം, നിയോ പേഗനിസം ഇപ്പോൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ നിയോ പേഗനിസം യൂറോപ്പിൽ, അമേരിക്കയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ അവിടെ ഉള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇതിൻ്റെ റിച്വൽസായിട്ട് കണക്ട് ചെയ്ത ആളുകൾ പറയുന്നുണ്ട്, ഇന്ന പൂജകൾ എന്ന് പറയുന്നുണ്ട് എങ്കിൽ യു ക്യാൻ നോ. പിന്നെ ഒരു റീഡിങ് ചെയ്തതിനു ശേഷം ഒത്തിരി കാര്യങ്ങൾ വലിയ പൂജകൾ പറയുന്നു, ഭയപ്പെടുത്തുന്ന രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട്. പിന്നെ നമ്മൾ റീഡിങ്സിൽ നമ്മൾ ചെയ്യാറുണ്ട്, ചില ആളുകൾക്ക് പൂജകൾ കാര്യങ്ങൾ ഒത്തിരി താല്പര്യമാണ്. അപ്പോൾ ബിക്കോസ് ആസ് എൻ അസ്ട്രോളജിയിലും അറിവുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ടാരോ റീഡിങ് ചെയ്യുന്നുവെങ്കിലും പൂജകൾ പറയുമ്പോൾ അസ്ട്രോളജി കാര്യങ്ങൾ നമ്മൾ ചില വീഡിയോസിൽ നിങ്ങൾ കേൾക്കാറുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം. ടാരോ മാത്രമല്ല, നമ്മൾ അസ്ട്രോളജിയും കണക്ട് ചെയ്യാറുണ്ട് ഇതിൽ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങൾ ഇന്ന രീതിയിൽ പൂജയോ കാര്യങ്ങൾ തന്നെ വേണമെന്ന് താല്പര്യമുള്ളവർക്ക് നമ്മൾ അസ്ട്രോളജി, ചിലപ്പോൾ പൊരുത്തങ്ങൾ അങ്ങനെ നോക്കുന്നില്ല എങ്കിലും വളരെ സ്ഥിരമായിട്ടുള്ള ക്ലയൻസ് ഒക്കെ ആണെങ്കിൽ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം ചില സാഹചര്യങ്ങളിൽ പൊരുത്തങ്ങൾ നോക്കാം. അങ്ങനെ മാത്രമാണ് നമ്മൾ പൂജകൾ പറയാറുള്ളത്. അല്ലാതെ ടാരോ ബേസിസിൽ പൂജകൾ പറയുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വളരെയധികം ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ കണക്ഷൻസ് ഡിഫറെൻ്റ് ആണ്.
എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ നിങ്ങൾ കാർഡ് നമ്പർ 1, 2, 3 നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ വെൻ യു ഗോ ടു എ ടാരോ റീഡർ. ഫസ്റ്റ് പൈൽ നമ്പർ 1, കാർഡ് നമ്പർ 1, 2 and 3. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിൽ ഈ 3 നമ്പേഴ്സ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് നിങ്ങളിലേക്ക് വരേണ്ടതെങ്കിൽ ഒന്നെങ്കിൽ 1, 2, 3 എന്നുള്ളത് ഒരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഈ നമ്പേഴ്സ് വെച്ചിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ചൂസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങളിത് ചൂസ് ചെയ്യാം. ഓക്കെ, എന്തായാലും മെഡിറ്റേറ്റ് ചെയ്തിട്ട് ചൂസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ പൈൽ നമ്പർ 1 അല്ലെങ്കിൽ കാർഡ് നമ്പർ 1 എനർജി ഇതാണ് വന്നിരിക്കുന്നത്. റീബർത്ത് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഇതാണ് ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജിയിൽ മേക്ക് ഷുവർ നിങ്ങളെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് എന്താണ് പറയുന്നത് അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കും. നിങ്ങളൊരു ടാരോ റീഡറെ ആശ്രയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ അപ്പോൾ നിങ്ങളുടെ ചുറ്റും സംഭവിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്കത് നിങ്ങളെ എൻകറേജ് ചെയ്യുന്നതാണോ മുന്നോട്ടേക്ക് പോകാനായിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ചില സമയങ്ങളിൽ നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് വളരെ സ്ട്രോങ് ആയിരിക്കും. ഈ ഒരു എനർജി എന്ന് പറയുന്നത് ശിവലിംഗമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ് ആയിട്ട് പൂജ അതുപോലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരാളായിട്ട് കാണുന്നുണ്ട്. എല്ലാവരും ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നമ്മൾ ജനറലി പറയുന്ന കാര്യങ്ങളാണ്. എങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, യു ഹാവ് ടു ഡാൻസ് ടു ദ ബീറ്റ് ഓഫ് യുവർ ഓൺ ഡ്രം. അതായത് നമ്മുടെ വഴിക്കാണ് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ദൈവവിശ്വാസം അല്ലെങ്കിൽ നിങ്ങൾ ഈ റിച്വൽസ് അതുപോലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്ന പൂജകൾ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാവുമ്പോൾ ടാരോ വഴി ആളുകൾ ഇത് പറയുമ്പോൾ അതിലേക്ക് കടക്കുന്നു. പക്ഷേ ഭൂരിഭാഗം വരുന്ന ആളുകളും ഇപ്പോൾ നാട്ടിൽ നമ്മൾ വേറൊരു രീതിയിൽ നെഗറ്റീവാണെന്ന് ആളുകൾ പറയും. കാരണം ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ അത്രയധികം ടാരോ റീഡിങ് ചാനൽസ് മലയാളത്തിൽ കാണുന്നുണ്ട്. ഈ പറയുന്ന ചാനൽസിൽ തുടക്കത്തിൽ വരുന്ന ഏതൊരു ആശ അതേപോലെ വേറെ ഏതോ റീഡിങ്സ് നമുക്ക് അറിയാം, കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം ദേ വർ ജെന്യുവിൻ. ആ ഒരു കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന. പക്ഷെ അവരൊക്കെ ഇപ്പോൾ റീഡിങ്സ് ചെയ്യുന്നില്ല. കാരണം റീഡിങ്സ് ചെയ്യുന്ന ഒരു വ്യക്തി ജെനുവിൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ ഒരു അസ്ട്രോളജിക്കാളും കൂടുതൽ ടാരോ റീഡിങ് കുറച്ച് ഇൻഡ്യൂട്ടീവായിട്ട് ചെയ്യുന്നതാണ്. കാരണം ഇപ്പോൾ അതിലൊത്തിരി കാര്യങ്ങളുണ്ട്. അത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ആ വ്യക്തിയെ ഒത്തിരി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യും, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ ആ ഒരു വ്യക്തി അത് എഫക്റ്റ് ചെയ്യും. നമ്മൾ അത്രയും സ്ഥിരമായിട്ടൊരു ടാരോ ചെയ്യാതെ വേറെ വർക്കുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട്, നമ്മൾ സയൻറ്റിഫിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാത്തതുകൊണ്ടും മെഡിറ്റേഷൻ ടൈംലി ചെയ്യുന്ന കൊണ്ടുമാണ് ഇതിലേക്ക് പോകുന്നത്. പക്ഷേ പലരും അതൊരു ബിസിനസ്സായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഒത്തിരി റിലീജിയസ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കാൻ, ഇപ്പോൾ കണ്ണേറ് ദോഷം അതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കാൻ എളുപ്പമാണ്. അപ്പോൾ യു ഹാവ് ടു ബി വെരി കെയർഫുൾ എന്നുള്ളത് എടുത്ത് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്പർ 2 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി ഈഗിൾ എനർജിയാണ്. അതുപോലെ ഈഗിൾ എനർജി സ്ട്രോങ് കണക്ഷൻസ് ഫ്രീഡമാണ്. നിങ്ങളെ സംബന്ധിച്ച് എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊരു പേഗൻ ഇത് ഒരു പക്ഷേ ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിങ്ങളൊരു സൗത്ത് അമേരിക്കൻ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ച് ടാരോ റീഡിംഗ് ആയിട്ടുള്ള കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ പൂജകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ടാരോ റീഡർ ആസ് സച്ച് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഹാവ് ടു സെറ്റ് ഫ്രീ ഓഫ് ഓൾഡ് തോട്ട്സ്. ഇപ്പോൾ നിങ്ങൾ നമ്മളെല്ലാവരും വളർന്നു വരുമ്പോൾ നാട്ടിൽ ജനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ റിച്വൽസും കാര്യങ്ങളൊക്കെ കണ്ട് വളർന്ന ഒരാളാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടുന്ന ഒരു സമയമാണ്. ഒരു നേറ്റീവ് അമേരിക്കൻ ട്രഡീഷൻ, ഒരു പേഗൻ കൾച്ചർ നിങ്ങളുടെ താല്പര്യം. അപ്പോൾ നിങ്ങൾ ടോട്ടലി ഒരു ടാരോ റീഡറെ സമീപിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതിൻ്റേതായിട്ടുള്ള റിച്വൽസ് ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഫ്രീഡം ഓഫ് തോട്ട്സ്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ പേർപ്പസ് ഫ്രീഡമാണ്.
പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പോൾ പുറത്തു നിന്ന് ഒരാൾ വന്നിട്ട് ഇന്ന കാര്യങ്ങൾ പൂജകളോ റിച്വൽസോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ബെനിഫിഷ്യലായിട്ട് വരുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേര് ടാരോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അഫർമേഷൻസ്, വിഷ്വലൈസേഷൻസ് കാര്യങ്ങളാണ് കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടില്ല. ഇപ്പോൾ ഈവൻ നിങ്ങളൊരു ടാരോ റീഡറെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പൂജകൾ അതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓൺ ഓഫ് ചെയ്ത പോലെ അറിയാൻ പറ്റും ദിസ് ഇസ് നോട്ട് ജെന്വിൻ. കാരണം ഇത് നിങ്ങൾക്കുള്ള റിച്വൽസ്, ഈ പൂജാ കാര്യങ്ങൾ അത് നിങ്ങളുടെ എനർജി കണക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. നിങ്ങളുടെ എനർജീസ്, അഫർമേഷൻസ്, വിഷ്വലൈസേഷൻ കാര്യങ്ങളാണ്. ക്ഷേത്രങ്ങളിൽ പോകുന്നു, പള്ളികളിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും വഴിപാടുകൾ കഴിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള വലിയ വലിയ വഴിപാടുകളോ പൂജകളോ ഇതൊന്നും നിങ്ങൾക്ക് പറ്റുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ് ഒരു ടാരോ റീഡർ ജെന്വിൻ ആണോ എന്നറിയാൻ. ഓക്കെ, അപ്പോൾ അതൊന്ന്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്പർ 3 ആണ് നിങ്ങൾ ചൂസ് ചെയ്ത് റിജുവിനേഷൻ എനർജി സ്ട്രോങ് ആണ്. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളും ഈ പറഞ്ഞ പോലെ ഒരു പീഗൻ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു ടാരോ റീഡറെ സമീപിക്കുമ്പോൾ ഈ പൂജകൾ അതുപോലുള്ള കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണ് എങ്കിൽ ഐദർ സമ്മൺ ഒരു ടാരോ റീഡർ അസ്ട്രോളജി ബേസിസിൽ കാര്യങ്ങളെക്കുറിച്ച് അറിവും വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ മാത്രം പൂജകളിലേക്ക് ഇപ്പോൾ. കാരണം നിങ്ങളൊരു ഒരു പ്രാചീനമായിട്ടുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ വിശ്വസിച്ച് പോരുന്ന ഒരു ഫാമിലിയിലായിരിക്കാം. ഇവിടെ പറയുന്നത് നിങ്ങൾ കുറച്ചൊരു നാച്ചുറോപ്പതി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ പൂജയും അനുഷ്ഠാനങ്ങളും അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് നിങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങളൊരു ടാരോ റീഡറെ സമീപിക്കുമ്പോഴും ഈ ഒരു എനർജിയിൽ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഈ പൂജകൾ, വഴിപാടുകൾ ഇതിൻ്റെ പുറകെ പറയുന്ന ഒരാളാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഫോർ യു. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ, നിങ്ങളുടെ ജീവിത രീതികളിലെ മാറ്റങ്ങൾ, ഇതൊക്കെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഹെൽപ്ഫുൾ ആകുന്നത്. അപ്പോൾ ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ ലൈഫിൽ കൊണ്ടുവരണമെങ്കിൽ ആദ്യം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് എന്നുള്ളത്. അപ്പോൾ റിജുവിനേഷൻ എനർജിയാണ്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ ആയുർവേദ അതുപോലുള്ള പല മസാജ് അതുപോലുള്ള കാര്യങ്ങൾ ബോഡിയിലുള്ള പ്രഷർ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശാരീരികമായിട്ട് മാനസികമായിട്ട് റിലേഷൻഷിപ്പ് ഈ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരാം. ഇതിൽ മാത്രമല്ല കരിയർ ആൻഡ് ഇതുപോലുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരാം. ഡിപ്രഷൻ, ആങ്സൈറ്റി ഒക്കെ ഓവർകം ചെയ്യുന്നത് മാത്രമല്ലാതെ ഫിസിക്കൽ വെൽബീയിങ്, റിലാക്സിങ് ബാത്ത്, സ്പിരിച്വൽ ആയിട്ടുള്ള അങ്ങനെയുള്ള കുറച്ച് സ്പിരിച്വൽ ഹീലിങ്സ് കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നായിട്ട് കാണുന്നുണ്ട്. ഏത് കാര്യമാണെങ്കിലും എവിടെയും ഈ പറയുന്ന പോലെ ഇത് എളുപ്പമാണ് എന്ന് ചിന്തിച്ച് കൊണ്ട് അതിലേക്ക് കടന്നു വരുന്ന ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ ആളുകളെ കണ്ടറിഞ്ഞ് മുന്നിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ സങ്കടമാണ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത്. കാരണം ഒത്തിരി ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു രീതിയിൽ ഇത് ആളുകൾ ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളുടെ ചാനലിലല്ല ഉദ്ദേശിക്കുന്നത് ടാരോ റീഡിങ്. കാരണം ടാരോ റീഡിങ് നമ്മൾ തുടങ്ങുമ്പോൾ അത് തുടങ്ങി, പക്ഷേ ബിക്കോസ് ആ ഒരു ടൈമിൽ ഒത്തിരി റിസർച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അത് ആ ഒരു രീതിയിൽ ശ്രദ്ധിക്കാനോ നോക്കാനോ പറ്റില്ല. ഇപ്പോഴും ഒത്തിരി തിരക്കുകളൊക്കെ ഉണ്ട് ഇടയ്ക്ക്. എന്നിരുന്നാലും ടൈം എടുത്ത് ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. നക്ഷത്ര റീഡിങ്സ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതുപോലുള്ള ഇപ്പോൾ ഒത്തിരി പേര് ചെയ്യുന്നു, അത് ഏറ്റെടുത്ത് ഒത്തിരി പേര് അതിലേക്ക് വരുന്നു. പക്ഷേ ഇതിൽ ജെനുവിൻ ആയിട്ടുള്ളത് ആരാണ് എന്നുള്ളത് ഒത്തിരി പേര് വീഡിയോസ് അയച്ചു തരാറുണ്ട്. ഇങ്ങനെ പുതിയ ആൾ തുടങ്ങിയിട്ടുണ്ട്, ഇതെങ്ങനെയാണ് എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഉള്ളതിൽ എടുത്തു പറയാനായിട്ട് ആരും തന്നെ അങ്ങനെ തോന്നിയിട്ടില്ല. പണ്ട് 1-2 പേരുണ്ടായിരുന്നു, പക്ഷേ പിന്നീട് ആരോ പറഞ്ഞറിഞ്ഞു അവരൊന്നും റീഡിങ്സ് ചെയ്യുന്നില്ല. കാരണം ജെനുവിനാണ് എങ്കിൽ റീഡിങ്സ് ചെയ്യുമ്പോൾ അത് പറ്റിക്കുന്ന ഒരാളാണ് എങ്കിൽ അവരെ ഇമോഷണലി കണക്റ്റ് ആവില്ല. ഇമോഷണലി കണക്റ്റ് ആവാത്തത് കൊണ്ട്, എനർജി ആയിട്ട് അവർക്ക് ഒരിക്കലും കണക്റ്റ് ആവാൻ പറ്റാത്തത് കൊണ്ട് അവരത് ബാധിക്കില്ല. കാരണം അവർക്കതൊരു ബിസിനസ്സാണ്. പക്ഷേ എനർജി കണക്ഷൻസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ എനർജിയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കണക്ട് ചെയ്യുന്ന വ്യക്തി, അതായത് ആ ടാരോ റീഡർക്ക് അതിൻ്റേതായിട്ടുള്ള ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. സ്ട്രോങ് ആയിട്ട് മെഡിറ്റേഷൻസും സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കുന്ന ഒരാൾക്ക് മാത്രം അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് ചുരുക്കി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വർക്കിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിൽ ഇത്രയും ടൈം എടുത്തത് ചെയ്യാൻ പറ്റില്ല.
പലരും പരാതി പറയാണ്ട് വീഡിയോസ് ഇടാത്തതിനെ കുറിച്ച്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ചേർത്ത് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുണ്ടായിരുന്നത്. താങ്ക് യു ഫോർ കൺസൾട്ടിങ്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇത് ഇപ്പോൾ അടുത്തിടയ്ക്കായിട്ട് ഒത്തിരി പേര് വീഡിയോസിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വീഡിയോ, അതായത് അല്ലാതെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനൊന്നും മെസ്സേജിന് മറുപടി പരമാവധി കൊടുക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും തിരക്കുകൾ കാരണം അത് കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ സൂക്ഷിക്കുക, ബിവെയർ, അത്രേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.